ഈ ചാനലുകൾ പറയുന്ന ദയവായി ഗുണ്ടുകളിൽ ജനങ്ങൾ വിശ്വസിക്കരുത്. ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ആകെ നടന്നിട്ടുള്ള പ്രൊസീജിയറിനപ്പുറത്തേക്ക് കടുപ്പിച്ച് സതീശൻ, ഒലിപ്പിച്ച് രമേശ് ചെന്നിത്തല, മുറുക്കി KC വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് ഈ ദൃശ്യമാധ്യമ ചാനലുകളുടെ ഒരു ലീലാവിലാസങ്ങൾ മാത്രമാണ്. നിങ്ങൾ അതിനകത്ത് ഈ ആളുകളെല്ലാം കൂടെ കയറി അതിൻ്റെ താഴെ ഓരോ പാർട്ടിക്കാരുടെയും നേതാക്കളെ ചീത്ത വിളിക്കുക, ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിൻ്റെ പോസ്റ്റർ കീറിക്കളയുക തുടങ്ങിയ കേളികളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഇതുപോലെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു സുധാകരൻ എന്ന് പറയുന്ന പഴയ KPC പ്രസിഡൻറ്റിനെ, ഏത് KPC പ്രസിഡൻറ്റിനെ നമ്മൾ ഫ്ലെക്സ് ബോർഡ് വെച്ച് ആഘോഷിച്ച് പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് വിളിച്ചു കൂവിയ ഒരു KPCC പ്രസിഡൻറ്റിനെ വെച്ച് ഭയങ്കരമായ ബഹളം വെച്ച് ആ സ്ഥാനത്തെത്തിച്ച അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, അദ്ദേഹം അവിടെ മത്സരിക്കാൻ പോകുന്നു, അദ്ദേഹം എഴുതിയ അവസാനം ഗുഡ് ബൈ KC എന്ന് KCയോട് 2 വാക്കിൽ മറുപടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ അരുൺകുമാറൊക്കെ വീഡിയോ ചെയ്തത്. അന്നും ഇതിൻ്റെ അടിയിൽ 2 തരത്തിൽ പ്രതികരിച്ച ആളുകളുണ്ട്. ഒന്ന് വളരെ ആശങ്കയോടെ നിന്ന ആളുകളുണ്ട്. ഇതൊക്കെ കൊണ്ട് ഇനിയും ഭരണം നഷ്ടപ്പെടുമോ, ഈ 10 കൊല്ലത്തിനപ്പുറത്തേക്ക് പോകുമോ? അന്ന് ഈ ചാനലുകാരെല്ലാം ഇതിനെ കൊല്ലാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു, ഓരോ വാർത്തകളിട്ട്. അതിന് മുമ്പൊരു കാലമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാലം. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടുണ്ട് ഇവിടുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, കർണാടകയിലുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ കാസർഗോഡ് സ്റ്റേഷനിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ ആളുകളെ കൂട്ടി എല്ലാ ചാനലുകാരൂടെ പോയി നിന്നൊരു കാലമുണ്ട്, ആസ്വദിച്ച കാലമുണ്ട്. അതിനകത്ത് ഓരോ നേതാക്കളെയും മാറി മാറി പറഞ്ഞൊരു കാലമുണ്ട്. KC ആണ് സംരക്ഷിക്കുന്നത്, പിന്നെ അതുപോലെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തള്ളിപ്പറഞ്ഞു, VD സതീശൻ എതിർത്തു, VD സതീശൻ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ ചെയ്ത് അതിൻ്റെ അടിയിലും കുറേ പേര് വന്ന് ചീത്ത വിളിച്ചു. അന്ന് കൂടുതൽ പേര് ചീത്ത വിളിച്ചത് VD സതീശനെയാണ്. ഇപ്പോൾ കൂടുതൽ പേര് ചീത്ത വിളിക്കുന്നത് KCയെയും രമേശ് ചെന്നിത്തലയുമാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു അഭ്യാസങ്ങളാണ്, ഉപജീവന മാർഗങ്ങളാണെന്ന് ദയവായി UDFകാരായ ആളുകൾ മനസ്സിലാക്കണം. ഈ പറയുന്ന എന്താ പറയുന്നത് പോപ്പുലർ അല്ലെങ്കിൽ ഈ പറയുന്ന നിലവിളിയും അലർച്ചയും അമറലും ആക്രോശവും ഒന്നുമല്ല തീരുമാനങ്ങൾക്കടിസ്ഥാനം. അത് തീരുമാനിക്കേണ്ടവർ ഉചിതമായ തീരുമാനമെടുത്ത് അറിയിക്കും. ആ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ബോധം വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അല്ലാതെ ഈ ഓരോ വാർത്ത കാണുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ജനവികാരം അളക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതിയെ വിട്ടു എന്നും പറഞ്ഞ് ഇന്നലെ ഒരു വാർത്ത കൊടുത്തു മീഡിയ വൺ. ഇന്ന് രാവിലെ കണ്ട വാർത്ത എന്താണെന്നറിയാവോ? ഖാർഗെയുടെ വസതിയിൽ അടിയന്തരമായി ചർച്ച തുടങ്ങി. കാരണം പ്രശ്നം അതിരൂക്ഷം ഇവിടെ എന്ന് പറഞ്ഞാൽ, രൂക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്തോ വലിയ ട്രാഫിക് ബ്ലോക്കും അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് എന്തോ ന്യൂക്ലിയർ ഇങ്ങനെ കത്തിപ്പോകുന്നു എന്നുള്ള നിലയിലുമാണ്. പിന്നെ ഇത് തീരുമാനിക്കാൻ എടുക്കുന്ന സമയം അതിലൊരു ഭയപ്പാടിൻ്റെയും കാര്യമില്ല. പണ്ട് 72 or 71 ആയിരുന്നപ്പോൾ അന്ന് രാത്രി തീരുമാനിച്ചു. അന്ന് രാത്രി തീരുമാനിക്കാൻ കാര്യം എന്താ? അന്ന് 72 ഉള്ളൂ, വേറൊന്നും നടക്കാൻ പാടില്ല. പിന്നെ അന്ന് ഈ പറയുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. 10 വർഷം കണ്ടുകൊണ്ട് നിന്നവരാണ് ഇപ്പം 100 കണ്ട ആവേശമൊക്കെ പ്രകടിപ്പിക്കുന്നെങ്കിലും ആ 100 എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ 80 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പരസ്പരം ചോദിച്ചതാണ് വരുമോ എന്ന് പറഞ്ഞാൽ അത്ര കരുത്തനായിരുന്നു പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് എന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ വന്നു, തീരുമാനിക്കുന്നതിന് സാവകാശം കൊടുക്കുക. നിങ്ങൾ ഈ കോണകവും കൊടുത്ത് കിടന്ന് നിലവിളിച്ച് ബഹളം വെച്ച് ഓടി വെറുതെ അപഹാസ്യരാവരുത്. ഈ വാർത്തകളിലൊന്നും കാര്യമില്ല. അവർ സമയത്ത് അതിൻ്റെ സമയം തീരുമാനിച്ച് അവിടെ ചർച്ച, അല്ലെ ഇവിടെ ചർച്ച തുടങ്ങി, അവിടെ ചർച്ച തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, AP അനിൽകുമാർ പിന്നെ ആരുടെ വീട്ടിലേക്ക്, രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് സഖ്യം മാറി മറിയുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണമാണ്. ആ കല്യാണത്തിനെ കണ്ട് വിളിക്കാൻ VD സതീശൻ്റെയും വീട്ടിൽ പോയി, രമേശ് ചെന്നിത്തലയുടെയും വീട്ടിൽ പോയി. അതിൽ ആ വാർത്ത എടുത്തു വെച്ച് അങ്ങ് ബ്രേക്ക് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സാങ്കത്യം. അതുകൊണ്ട് ദയവായി ഇത് അണച്ച് നിങ്ങൾ നല്ല സമാധാനത്തോടെ കണ്ണടച്ച് നല്ല ഗവൺമെൻറ്റൊക്കെ വരുന്നത്, നല്ല ആളുകൾക്ക് നന്മയൊക്കെ ചെയ്യുന്നത് സ്വപ്നം കണ്ട് വിശ്രമിക്കുക. പിന്നെ ബാക്കി നമുക്ക് തുടങ്ങാം.